കുഞ്ഞ് ഈശ്വരാ. ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചേച്ചിനോട് ചെയ്തത്. പക്ഷെ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ ഭാര്യയ്ക്കും പെങ്ങൾക്കും ഇടയിൽ നിന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ക്ഷമിക്കല്ലേ ചേച്ചി, ഗതികെട്ടൊരു കൂടപ്പുറപ്പിന്റെ അവസ്ഥയിലായിപ്പോയി. മോളെ, എന്താ ചേട്ടത്തി? ദേ, വേണ്ടാന്ന് പറയരുത്. മോളിത് കുടിക്കണം. എന്താ ഇത്? കുറച്ച് വെജിറ്റബിൾ സൂപ്പാ. പ്രസവം കഴിഞ്ഞ് ശരീരം വല്ലാതെ അയഞ്ഞതല്ലേ. ഇതൊക്കെ സംഘടിപ്പിക്കാനാ ഏട്ടത്തി 2 ദിവസം മാറി നിന്നത്. ഇത് മാത്രല്ല, ആട്ടിൻ സൂപ്പ് ഉൾപ്പെടെ പ്രസവ ശുശ്രൂഷയ്ക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നാളെ മുതൽ ഓരോന്നായിട്ട് ഞാൻ ഉണ്ടാക്കിത്തരാം കേട്ടോ. മോളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്കറിയാം. ഇതൊന്നും കഴിച്ചാൽ ഇറങ്ങില്ല. പക്ഷെ മോളെ, പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ നമുക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും മോളുടെ ശരീരത്തിൽ നിന്ന് അത് പുറത്തു വന്നതല്ലേ. അപ്പോൾ അതിൻ്റെതായ ക്ഷീണം ഉണ്ടാവില്ലേ? മോള് നിർബന്ധമായി ഇത് കഴിച്ചേ പറ്റൂ. ഞാൻ മോളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് വിചാരിക്കരുത്. മോളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഇപ്പൊ ഏട്ടത്തിയുടെ കൂടെ ആവശ്യമല്ലേ. പ്രസവം കഴിയുമ്പോൾ ഗർഭപാത്രം നന്നായി അയയും. അത് പഴയ അവസ്ഥയിലാക്കാൻ ഇങ്ങനെ ചില ആയുർവേദ പൊടിക്കൈകളൊക്കെ വേണ്ടിവരും. പണ്ടൊക്കെ വീടുകളിൽ അരയ്ക്കാനും പൊടിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാവും. ഒരു പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഉത്സവമായിരുന്നു. അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള പോഷകാഹാരം ഉണ്ടാക്കാൻ അന്നൊക്കെ മത്സരമായിരുന്നു. ആരാന്റെ അടുക്കളപ്പുറത്തും പള്ളിക്കുശിനിയിലും ഒക്കെ ആയിരുന്നെങ്കിലും ഞാൻ ഇതൊക്കെ കണ്ടാ വളർന്നത്. ആ, അതൊക്കെ ഒരു കാലം. മോള് സങ്കടപ്പെടരുതെന്ന് ഏട്ടത്തി പറയില്ല. പക്ഷേ എല്ലാ സങ്കടങ്ങൾക്കും ഒരു പരിധി ഉണ്ടാവണം. കൈവിട്ടതിനെ ഓർത്തിരിക്കുകയല്ല, കൈ വരാൻ പോകുന്നതിനെ സ്വീകരിക്കാൻ മനസ്സൊരുക്കുക വേണ്ടത്. മോക്ക് വേണ്ടി ഏട്ടത്തി എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് മോളെ കൈവിടില്ലെന്ന് ഏട്ടത്തിക്ക് നല്ല ഉറപ്പുണ്ട്. മോൾ ഇങ്ങനെ എപ്പോഴും മുറിക്കകത്ത് അടച്ചിരിക്കാതെ ആദിമോനെയും കൂട്ടി ഒന്ന് പുറത്തൊക്കെ പോകണം. കഴിയുമെങ്കിൽ അമ്പലത്തിലോ പാർക്കിലോ എങ്ങോട്ടെങ്കിലും. ഇത്തിരി ശുദ്ധവായു ഒക്കെ കൊള്ളുമ്പോൾ മനസ്സൊന്ന് തണുക്കും. ദേ, ഞാൻ പറയുന്നത് മോള് കേൾക്കുന്നുണ്ടോ? സൂപ്പ് തീർന്നാട്ടത്തി. ഒരു കപ്പ് കൊടുക്കിട്ടോ. കൊണ്ടുവരാം മോളെ, ഇപ്പൊ കൊണ്ടുവരാം. ചേട്ടത്തി എങ്ങോട്ടായിരുന്നു പോയത്? ഹൈറേഞ്ചിലേക്കായിരുന്നോ? അല്ല മോനെ, ഞാനൊന്ന് കോട്ടയം വരെ പോയതാ.
ഹൈ റേഞ്ചിലേക്ക് ചെന്ന് ചാടിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. ലൂയിസ് മുതലാളിയുടെ കയ്യിലെങ്ങാനും പെട്ടാ പിന്നെ 10,000-4,000 അടി താഴ്ചയുള്ള കൊക്കയിൽ നിന്ന് അസ്ഥി കഷ്ണങ്ങൾ പെറുക്കിയെടുക്കേണ്ടി വരും. ക്ലാരമ്മ ചേട്ടത്തിക്ക് പേടിയൊന്നുമില്ലേ? പേടിയൊക്കെ ഉണ്ട്. പക്ഷെ പേടിച്ചോണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ മോനെ? എന്റെ വകയിലൊരു ഉപ്പാപ്പന്റെ മകൻ കോട്ടയത്ത് പുതുപ്പള്ളിയിൽ താമസമുണ്ട്. അവളുടെ കെട്ടിയോൻ്റെ ജീപ്പ് ഡ്രൈവറാ. അവനാണെങ്കിൽ ഈ നാട് തണ്ടി നടക്കുന്നതുകൊണ്ട് കാട്ടിലും നാട്ടിലുള്ള പച്ചമരുന്നിനെ കുറിച്ചൊക്കെ അത്യാവശ്യം നല്ല ബോധമുണ്ട്. കാട്ടുവെള്ളരിയും കാട്ടുചേനയൊക്കെ സംഘടിപ്പിച്ചത് അവനോട് പറഞ്ഞിട്ടാ. അല്ല, അതിന്റെ കാശക്കാര് കൊടുത്തു? അതെല്ലാം തന്നല്ലേ മുത്തശ്ശി എന്നെ യാത്രയാക്കിയത്. പൂജമോക്ക് വേണ്ടി മാത്രമല്ല, ആദിമോക്കും വേണ്ട പ്രസവ ശുശ്രൂഷ എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആമിമോൾ അതിന് നിന്ന് തന്നാ മതിയായിരുന്നു. ആ, എന്നാലേ ചേട്ടത്തി ഇത് മുത്തശ്ശി ഏൽപ്പിച്ചാൽ മതി. ആമി ചേച്ചിയെ തളയ്ക്കാൻ മുത്തശ്ശിക്കല്ലാതെ വേറെ ആർക്കും ഈ വീട്ടിൽ പറ്റില്ല. എന്തിന്, ചേച്ചിയുടെ മുന്നിലെ വീരശൂര പരാക്രമയായ ഗോമതി ചേച്ചി പോലും മുട്ടുമുടക്കും. ആ മോനെ, ഞാൻ വന്നത് വേറൊരു കാര്യം മോനോട് പറയാനാ. എന്താടത്തി? നമ്മുടെ പൂജമോക്ക് എന്തോ കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോ മോന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ കണ്ടപ്പോ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല. ചേട്ടത്തി കാര്യം പറയും. പൂജമോളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആകെ കൂടി ഒരു ചേരായ്മ. ഞാൻ മോളെ കാണാൻ പോയത് ദേഹരക്ഷയ്ക്ക് ഒരു സൂപ്പ് കൊണ്ട് കൊടുക്കാനും കുറച്ച് ആശ്വസിപ്പിക്കാനും വേണ്ടിയാ. എന്നിട്ട് ഈ മാനസികാവസ്ഥയിൽ പൂജമോൾ ഒരിക്കലും ആ സൂപ്പ് കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ സൂപ്പ് മുഴുവൻ മോള് കഴിച്ചു. കുറച്ചുകൂടി വേണമെന്ന് പറയുകയും ചെയ്തു. ഞാനിപ്പോ അത് അടുപ്പത്ത് വെച്ചിട്ടാ വരുന്നത്. ഞാൻ പറയുമ്പോ മോനെന്നോട് പിണക്കം തോന്നരുത്. നമ്മൾ ആശുപത്രിയിൽ കൊണ്ടാക്കിയ പൂജമോളല്ല ഇപ്പൊ മടങ്ങി വന്നിരിക്കുന്നത്. പൂജമോക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. മനോനില തെറ്റിയെന്നോ മോക്ക് മാനസിക രോഗമാണെന്നോ ഒന്നും അല്ല ഏട്ടത്തി പറഞ്ഞത്. പക്ഷേ ആ കുഞ്ഞിന്റെ മരണം മോളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോ കാര്യങ്ങൾ കൈവിട്ടു പോകും മോനെ. സൂചി കൊണ്ടെടുക്കേണ്ടത് നാളെ ചിലപ്പോ തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരും. ഞാൻ പറയുന്നത് മോന് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഉള്ളിലുള്ളതൊക്കെ ഒന്ന് കരഞ്ഞു തീർക്കാൻ ഞാൻ ആ മോളോട് പറഞ്ഞു. പക്ഷെ അതിനു പോലും പൂജമൊക്കെ പറ്റുന്നില്ല. മറ്റേതോ ലോകത്താ കുട്ടി ഇപ്പോ. മോന് മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സൂക്ഷിച്ച ദുഃഖിക്കണ്ട. എത്രയും പെട്ടെന്ന് മോൻ എന്തെങ്കിലും നടപടിയെടുക്കണം. അല്ലെങ്കിൽ ചേട്ടത്തിയുടെ പ്രാർത്ഥന പോലും വെറുതെ ആയി പോവും.